2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ 4 ആഴ്ചയോളം നാടിളക്കി നടത്തിയ പ്രചാരണങ്ങൾക്കും ആരോപണ വിവാദങ്ങൾക്കും ഒടുവിൽ കേരള ജനത വിധിയെഴുതി. പൊള്ളുന്ന ചൂടിനെ വകവെച്ച് ജനം ബൂത്തിലേക്ക് ഒഴുകിയപ്പോൾ മികച്ച പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അവസാന കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം 75% കടന്നിട്ടുണ്ട്. 2021 കൂടുതലാണിത്. അന്തിമ പോളിംഗ് ശതമാനം ലഭ്യമായിട്ടില്ല. ആദ്യം 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയപരിധിയെങ്കിലും ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത്. ഇനി 25 നാൾ മുന്നണികൾക്ക് കൂട്ടലും കിഴിക്കലിന്റെയും ദിനങ്ങൾ. മെയ് 4 വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ ചിത്രവുമായി നിജിൽ കെ മാത്യു ചേരുന്നുണ്ട്. നിജിൽ, സംസ്ഥാനത്തും ഒപ്പം ജില്ലയിലും വോട്ടിംഗ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? വിശദാംശങ്ങൾ. ഷിബിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി രേഖപ്പെടുത്തുവാൻ ജനലക്ഷങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ പോളിംഗ് ശതമാനത്തിൽ വൻ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 5 മണി വരെ ലഭിച്ച ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 72.10% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ആകെ വോട്ടർമാരായ 2.71 കോടിയിൽ 2.03 കോടി പേരും ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി. 2021 തെരഞ്ഞെടുപ്പിലെ ആകെ പോളിംഗ് ശതമാനമായ 74.06 ഇന്ന് 5 മണിക്ക് മുമ്പ് തന്നെ കേരളം മറികടന്നു വരുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. രാവിലെ 7 മണിക്ക് തന്നെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. അന്നേരം മുതൽ സംസ്ഥാനത്തുടനീളം ബൂത്തുകളിൽ വലിയ ആവേശമാണ് പ്രകടമായത്. ഉച്ചയ്ക്ക് ശേഷം ചൂട് കഠിനമായ സമയത്ത് പോളിംഗിൽ നേരിയ കുറവുണ്ടായെങ്കിലും 4 മണിക്ക് ശേഷം വോട്ടർമാരുടെ വലിയ നിര തന്നെ ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ വോട്ടെടുപ്പ് അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും നിരവധി പേർ ബൂത്തുകളിൽ എത്തി വോട്ടർമാരുടെ നീണ്ട ക്യൂ വിവിധ ബൂത്തുകളിൽ നമുക്ക് കാണുവാനും സാധിച്ചു. അവസാനം 6 മണിയോടെ അടുക്കുന്ന സമയത്ത് ക്യൂ നിൽക്കുന്ന എല്ലാവർക്കും ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യിപ്പിച്ച് ഈ പോളിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഏകദേശം 80% മുകളിൽ ഉറപ്പായും ഈ വോട്ടിംഗ് ശതമാനം എത്തുമെന്നാണ് ഒരു പ്രാഥമിക സൂചനകൾ തന്നെ നൽകുന്നത്. ഇതിന്റെ അന്തിമ ഒരു കണക്ക് ലഭിക്കണമെങ്കിൽ വരും മണിക്കൂറുകളിൽ മാത്രമേ ഇതിന്റെ അന്തിമ കണക്കുകൾ നമുക്ക് ലഭ്യമാക്കുകയുള്ളൂ. എന്തായാലും ഈ അന്തിമ കണക്ക് കേരളം ഒരു പുതിയ ചരിത്രം കുറിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മെയ് 4 ജനവിധി അറിയാനുള്ള വോട്ടെണ്ണൽ നടക്കുന്നത്. ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായതിനാൽ പോളിംഗ് ശതമാനത്തിൽ സ്വാഭാവിക വർധനവ് ഉണ്ടാകാം. ഇനി 25 നാൾ ഉണ്ട്. ഈ മുന്നണികൾക്ക് കൂടുതലും കിഴിക്കലിന്റെ ദിനങ്ങളാണിത്. മെയ് 4 വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായതിനാൽ പോളിംഗ് ശതമാനത്തിൽ സ്വാഭാവിക വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഷിബിൻ, നിജിൽ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ SIR പ്രതിഫലനമാകാം ഒരുപക്ഷെ ഇത്തവണ പോളിംഗ് ശതമാനം ഉയരാനുള്ള കാരണം. 2021 അപേക്ഷിച്ച് സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിൽ നല്ല രീതിയിൽ തന്നെ വർധനവുണ്ടായിട്ടുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ചില കേന്ദ്രങ്ങളിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിൽ ചൂണ്ടുവിരലിൽ പരിക്ക് പറ്റിയ ഒരു യുവതിക്ക് വോട്ട് നിഷേധിച്ചിരുന്നു. അവസാനം ഇലക്ഷൻ കമ്മീഷണർ ഇടപെട്ട് തന്നെയാണ് അവസാനം ആ കുട്ടിക്ക് വോട്ട് ചെയ്യാനായത്. അല്ലാതെ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും സംസ്ഥാനത്ത് ഇതുവരെയുള്ള ഈ സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഷിബിൻ, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഒരു മേഖലയിലും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ചെറിയ ഇപ്പൊ ഷിബിൻ സൂചിപ്പിച്ച പോലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയത്ത് രാവിലെ ഒക്കെ ഈ ചില കേന്ദ്രങ്ങളിൽ ഈ വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അന്നേരം തന്നെ പരിഹരിച്ച് വോട്ടിംഗ് സുഗമമായി മുന്നോട്ട് പോയി. ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കട്ടപ്പന നഗരസഭയിലെ ഒരു ബൂത്തായ ട്രൈബൽ സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തയ്യാറായി. ഏകദേശം ഒരു അരമണിക്കൂറിൽ ഈ ഇവിടെ വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇടയാക്കിയിരുന്നു. അപ്പോൾ വലിയ നീണ്ട ക്യൂ ഒക്കെ അവിടെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം ഈ പ്രക്രിയ ഈ വോട്ടിംഗ് മെഷീന്റെ തകരാർ പരിഹരിച്ച് മുൻപോട്ട് പോവുകയായിരുന്നു. എന്തായാലും മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലായിടത്തും, അതായത് പോളിംഗ് ബൂത്ത് എല്ലാ ബൂത്തുകളിലും വെബ് കാസ്റ്റിംഗ് അടക്കം സജ്ജീകരിച്ചാണ് സുരക്ഷ ഒരുക്കി മുന്നോട്ട് പോയത്. എല്ലായിടത്തും പോലീസുകാരെ അടക്കം നിയോഗിച്ച് ആണ് സുരക്ഷ ക്രമീകരിച്ചത്. അതുപോലെ പ്രധാനമായും ബൂത്തുകളിൽ കൂടുതൽ പോലീസുകാരെ അടക്കം അവിടെ നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുള്ള പരിശോധന അടക്കം ഉണ്ടായിരുന്നു. അതായത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഒരു മേഖലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഷിബിൻ.